Enumerate the cropping patterns in North India during the 6th and 13th century. By compiling scattered allusions and sporadic mentions found in literary and epigraphic sources, it becomes evident that a wide variety of crops were cultivated in early medieval North India. The staples include wheat, barley, several varieties of rice, millets such as corn, china, ragi, as well as numbers of pulses. Apart from the oil seeds, says mustard and castor, the sources also bear witness to the cultivation of wide range of cash crops, saffron, sugarcane, betel leaves, betel nuts, cotton, flax, sanhem, indigo, coconut, areca nut. So also are documented many vegetables as well as spices. Fruit seems to have played a substantial role as an addition to regular diet. AD 6-ാം നൂറ്റാണ്ടിൻ്റെയും 13-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ നോർത്ത് ഇന്ത്യയിലെ ക്രോപ്പിംഗ് പാറ്റേൺ എന്തായിരുന്നു എന്നാണ്. ധാരാളം ഊഹങ്ങളും അതിനു പുറമെ ലിറ്റററി എപ്പിഗ്രാഫിക് സോഴ്സുകളും നമുക്ക് ലഭ്യമാണ്. പലതരത്തിലുള്ള വൈവിധ്യമായിട്ടുള്ള ക്രോപ്സ് മിഡീവൽ നോർത്ത് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു എന്നതിന്. അതിൽ വരുന്ന ധാന്യ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് വീറ്റ്, ബാർലി തുടങ്ങിയവയും അതിനു പുറമെ വൈവിധ്യമാർന്ന പലതരത്തിലുള്ള റൈസ്, അരി, അതുപോലെ മില്ലറ്റ് എന്നിവ ഉണ്ടായിരുന്നു എന്നാണ്. റാഗി, ചിന തുടങ്ങിയവ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ധാരാളം പൾസസും ഉണ്ടായിരുന്നു. ഓയിൽ സീഡുകളും ധാരാളം കൃഷി ചെയ്തിരുന്നു. സെസ്മോ, മസ്റ്റാർഡ്, കാസ്റ്റർ തുടങ്ങിയ ഓയിൽ സീഡുകളും ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ കൾട്ടിവേഷൻ്റെ ഭാഗമായിട്ട് ക്യാഷ് ക്രോപ്സുകൾ, നാണ്യവിളവുകളും ഇവർ ധാരാളം കൃഷി ചെയ്തിരുന്നു. അവയിൽ ഉൾപ്പെടുന്നത് സാഫ്രോൺ, ഷുഗർ കെയിൻ, ബെറ്റിൽ ലീവ്സ്, ബെറ്റിൽ നട്ട്, അതുപോലെ കോട്ടൺ, ഫ്ലാക്സ്, ഇൻഡിഗോ, കോക്കനട്ട്, അരിക്ക നട്ട് തുടങ്ങിയവയെല്ലാം ക്യാഷ് ക്രോപ്സ് ഇനത്തിൽപ്പെടുന്നു. പുറമെ വെജിറ്റബിൾസും കൃഷി ചെയ്തിരുന്നു. ഫ്രൂട്ട് ട്രീസും ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മനുഷ്യരുടെ ദൈനംദിന ഭക്ഷണ രീതിയുടെ ഭാഗവുമായിരുന്നു എന്നിവയാണ്. We are also reasonably well informed, aided by the later references, of the substantial distribution of these products. Thus, wet rice cultivation is mentioned in the source from well-marked rice zones, but as Huang-Zhang attests, upland rices were being grown, no doubt as a lesser crops in many parts of north and northwest India. Jalandhara, Pariyatra, Kozambi, Taka in western Punjab. Cultivation of cotton is seen not only in Bundelkhand and Malwa, but also somewhat surprisingly for the modern observer in Bengal. അപ്പോൾ ഒരു റീസണബിളായ ഒരു തലത്തിൽ ഈ ഒരു പ്രക്രിയയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭ്യമാണ്. അതിന് സപ്പോർട്ടീവായിട്ടുള്ള ധാരാളം റഫറൻസുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ജോഗ്രഫിക്കൽ ഏരിയ, ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ചും വിവരങ്ങൾ ലഭ്യമാണ്. വെറ്റ് റൈസ് കൾട്ടിവേഷൻ എന്നത് പലയിടങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് സോഴ്സുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒന്നാണ് വെറ്റ് റൈസ് കൾട്ടിവേഷൻ എന്നുള്ളത്. എന്നാൽ ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് അപ്ലാൻഡ് റൈസിനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള കാർഷിക വിള എന്ന് പറയുന്ന അപ്ലാൻഡ് റൈസ് കൾട്ടിവേഷൻ എന്നുള്ളത് ലെസർ ക്രോപ്സ് ആയിരിക്കും. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയുടെ, അത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയുടെ പാർട്ടിലൊക്കെ ഇത്തരത്തിൽ കൃഷി ഉണ്ടായിരുന്നു. പ്രധാനമായും ജലന്ധര, അതുപോലെ ഭരിയാത്ര, കൊസാംബി, വെസ്റ്റേൺ പഞ്ചാബിൻ്റെ ഭാഗമായി ടാക്ക എന്നിവിടങ്ങളിലൊക്കെ അപ്ലാൻഡ് റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു.
ഇനി കോട്ടൺ കൾട്ടിവേഷൻ എന്നുള്ളത് ബുന്ദേൽഖണ്ഡ്, മാൾവ എന്നിവയ്ക്ക് പുറമേ ബംഗാളിലും കോട്ടൺ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ധാരാളം ലിറ്റററി സോഴ്സുകളിൽ പരാമർശിക്കപ്പെട്ട ഒന്നാണ് ഇൻഡിജീനിയസ് ഫോറിൻ. ഒരേ സമയം നമ്മൾ പൗരസ്ത്യ ഗ്രന്ഥങ്ങളിൽ, അതായത് വിദേശീയരുടെ ഗ്രന്ഥങ്ങളിലും അതുപോലെ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ പ്രാദേശികമായ സാഹിത്യ ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എപ്പിഗ്രാഫിക്കായിട്ട് അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഷുഗർ കെയിൻ പ്രൊഡക്ഷനെക്കുറിച്ച്. മധ്യകാലഘട്ടത്തിൽ ധാരാളം എന്തുണ്ടായിരുന്നു? നോർത്ത് ഇന്ത്യയിൽ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഗാന്ധാര, അതുപോലെ കശ്മീർ, ദ നോർത്ത് വെസ്റ്റ് ഓഫ് രാജസ്ഥാൻ, മാൾവ, ബുന്ദേൽഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു എന്ന്. സഫ്രോൺ കൾട്ടിവേഷൻ വാസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നോർത്ത് വെസ്റ്റ് റീജിയൻ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പ്രദേശത്തായിരുന്നു കുങ്കുമത്തിൻ്റെ കൃഷി ഉണ്ടായിരുന്നത് എന്ന് പരാമർശിക്കപ്പെടുന്നു. എൻകംപാസിംഗ് ആർ ലൈക്ക് ഇൻ ഉദ്യാന, ധാരൽ, കശ്മീർ ആൻഡ് എക്സ്റ്റെൻഡിങ് ആസ് ഫാർ ആസ് കബിഷ ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിലെ കബിഷ വരെ വ്യാപിച്ചു കിടക്കുന്നിരുന്നു ഈ സഫ്രോൻ്റെ കൾട്ടിവേഷൻ എന്ന് പരാമർശിക്കപ്പെടുന്നു. As the scale on which different crops were produced in different regions, one should not, of course, expect any quantitative data from our sources. It is nonetheless possible to obtain some idea of the relative importance of the particular crops in the region. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്ന ക്രോപ്സ് പ്രൊഡക്ഷനെ കുറിച്ച് പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള കാർഷിക രീതിയാണ് അല്ലെങ്കിൽ വിളവുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്ര കൃത്യതയുള്ള അടയാളപ്പെടുത്തുന്ന സോഴ്സുകളുടെ അൺഅവൈലബിലിറ്റി നമുക്കുണ്ട്. എന്നാലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ റീജിയൻ, ഓരോ പ്രദേശങ്ങളിൽ ഏതെല്ലാം കാർഷിക വൃത്തിയായിരുന്നു, വിളവുകളായിരുന്നു എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്. ചൈനീസ് പിൽഗ്രിം ഐസിങ് അണ്ടർലൈൻ അബൗണ്ടൻസ് ഓഫ് വീറ്റ് ഇൻ ദ നോർത്ത് വെസ്റ്റ് and singular importance of rice as land measures inscription early medieval Assam leaves no doubt about crops dominance there. ഐസിങ് എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി, അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമുണ്ട്. അദ്ദേഹം പറയുന്നത് നോർത്ത് വെസ്റ്റ് റീജിയനിൽ ധാരാളമായിട്ട് അബൗണ്ടൻ്റ് ആയിട്ടുള്ള വീറ്റ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ റൈസ് കൾട്ടിവേഷനും എന്തുണ്ടായിരുന്നു? പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എ സിംഗുലർ ഇമ്പോർട്ടൻറ്റ് റൈസ് കൾട്ടിവേഷൻ മെഷർ ഇൻസ്ക്രിപ്ഷൻ ഏർലി മിഡീവൽ അസാം എന്നുള്ളതാണ്. അപ്പോൾ ആസാമിലൊക്കെ ഇതിനുള്ള മേധാവിത്വം ഉണ്ടായിരുന്നു കൃഷിക്ക്. എ സിമിലർ ഇമ്പോർട്ടൻറ്റ് റൈസ് ഫ്രം കശ്മീർ വെർ ഈസിലി ഡിക്റ്റേറ്റഡ് രാജതരംഗിണി ബൈ കൽഹണ. കൽഹണൻ്റെ രാജതരംഗിണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കശ്മീർ വാലിയിൽ റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു റെഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു സോഴ്സാണ്. ബട്ട് എ റെഫറൻസ് ഇൻ നീൽമാത പുരാണ, അനദർ ടെക്സ്റ്റ് ഫ്രം ദി റീജിയൻ, വുഡ് ഷോ ഇമ്പോർട്ടൻസ് ബാർലി ആസ് എ സെക്കൻഡ് ക്രോപ്സ് ദെൻ ആസ് നൗ. അപ്പോൾ പഴയ കാലം മുതൽ ബാർലി എന്തായിരുന്നു? ഒരു സെക്കൻഡ് ക്രോപ്സ് ആയിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് കശ്മീർ പ്രദേശത്ത്, ഈ പ്രദേശത്ത്. ഇത് പ്രത്യേകമായി പരാമർശിക്കുന്ന പുരാണമാണ്, ഗ്രന്ഥമാണ് നീൽമാത പുരാണ എന്ന് പറയുന്നത്. ബാർലി അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ എ ക്രോപ്പ് സം ഇമ്പോർട്ടൻസ് ദ വെസ്റ്റേൺ റീജിയൻ ടു. ഇന്ത്യയുടെ വെസ്റ്റേൺ പ്രദേശങ്ങളിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിളവ് തന്നെയായിരുന്നു, കാർഷിക വിളവ് തന്നെയായിരുന്നു ബാർലി എന്നുള്ളത്. സിമിലർലി ഇൻഡിക്കേഷൻ ഓഫ് ദ ഡൊമിനേഷൻസ് ഓഫ് റൈസ് റീജിയൻ ഈസ്റ്റേൺ ഇന്ത്യ അപ്പിയർ ഇൻ സോഴ്സ് വിച്ച് ആർ അൺഫോർച്ചുനേറ്റ്ലി റാദർ reticent to this respect about wheat and next to silent about the millet. അപ്പോൾ പ്രധാനമായും ഈസ്റ്റേൺ ഇന്ത്യയിൽ സോഴ്സുകളിൽ പ്രധാനമായും അടയാളപ്പെടുത്തുന്നത് ഡൊമിനൻസ് ഓഫ് റൈസ് ആണ്. കാർഷിക വിളവിൽ ഏറ്റവും പ്രാധാന്യം നൽകപ്പെട്ടത് ഈസ്റ്റേൺ ഇന്ത്യയിൽ നെൽകൃഷിക്കായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം മറ്റുള്ളവ ഇല്ല എന്നല്ല. വീറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ മില്ലറ്റുകൾ ഉണ്ടായിരുന്നു, ഇതൊന്നും ചെറുധാന്യങ്ങളൊക്കെ ഉണ്ട്.
A Chinese testimony shows that at least toward closing centuries in our period, Malwa had assumed its present features of major cotton production region. According to another Chinese witness by Huang Zhang, the religious taboos against onion, garlic are already taken the toll in the production of these crops in India, onset of the early medieval period. അപ്പോൾ ചൈനീസ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചൈനീസ് സഞ്ചാരികളാൽ ഊന്നി പറയപ്പെടുന്ന ഘടകങ്ങളാണ് ഇന്ത്യയിൽ കോട്ടൺ പ്ലാന്റേഷൻ മാൾവ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ടായിരുന്നു കോട്ടൺ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒനിയൻ ഗാർലിക് എന്നിവയുടെ കൃഷിയെ ഇതിന് റിലീജിയസ് ആയിട്ട് വിലക്കുണ്ടായിരുന്ന എന്തായിരുന്നു ഉൽപ്പന്നങ്ങളായിരുന്നു ഒണിയനും ഗാർലിക്കും ഒക്കെ. എന്നാൽ ഇത് മധ്യകാല ഏർലി മിഡീവൽ പീരിയഡിൽ നിന്ന് തന്നെ ഇന്ത്യയിൽ ഇതിൻ്റെയും കാർഷിക വിളവായിട്ട് ഇതും ഉൾപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന് പരാമർശിക്കുന്നു എന്നാണ്. The distinctive characteristics of the certain region were identifiable as early as the first half of the 7th century AD. For example, the renown of the Magadha for its high quality rice was already established during this period. ഇപ്പോൾ സ്പെഷ്യൽ ഫീച്ചർ ചില സ്ഥലങ്ങൾക്ക് ചില ഏരിയയ്ക്ക് വളരെ പ്രത്യേകത അടയാളപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും 7ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായിരുന്നു മഗധ വാലി. പ്രത്യേകിച്ചും അവിടെ റൈസ് കൾട്ടിവേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു മഗധയുടെ താഴ്വരകൾ എന്ന് പറയുന്നത്. Vaishali, the neighborhood was famed about the same time, orchards of mangoes and plantains, reputation itself still. അതുപോലെ വൈശാലി എന്ന് പറയുന്ന പ്രദേശം നഗരവും അതിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളുമൊക്കെ വളരെ പ്രസിദ്ധമാണ്, ഫലവൃക്ഷങ്ങൾക്ക് പ്രസിദ്ധമാണ്. മാംഗോ ട്രീസ് അതുപോലെ പ്ലാന്റെയിൻ വാഴത്തോട്ടങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. To us, however, a story as much as changes of the continuity. For instance, many varieties of rice seems to have come up during our period, with Bengal alone account for more than 50 of them. അപ്പോൾ 50-ലധികം വെറൈറ്റീസ് ഓഫ് റൈസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ബംഗാൾ എന്ന് ഇന്നത്തെ കാലത്തും വളരെ പ്രസിദ്ധമാണ് എന്നുള്ളത് നമുക്കറിയാം. ലൈക്ക്വൈസ് ദ നെഗ്ലിജിബിൾ പ്രസൻസ് ദ ഏർലി പീരിയഡ് കോക്കനട്ട് അരിക്കാനട്ട് grews in the important cash crops in Bengal by 12th century. 7ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 12ാം നൂറ്റാണ്ട് വരെ നാളികേരത്തിന് അതുപോലെ അരിക്കാനട്ട് ഇതിനൊക്കെ വളരെയധികം ഇത്തരത്തിലുള്ള ക്യാഷ് ക്രോപ്സിന് നാണ്യവിളകൾക്ക് ബംഗാളിൽ വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരുന്നു എന്നും സോഴ്സുകളിൽ അറിയിക്കപ്പെടുന്നു. As we know, the agrarian contours of the early medieval India were again to change significant in Mughal period. Maize was not introduced in our period. In some time believed the base of Assam inscription. On the contrary, during the Mughal period, agricultural landscape early medieval India underwent substantial changes. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്ക് ഇന്ത്യയുടെ കാർഷിക ഭൂപ്രകൃതിക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടായി എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഓൺ ദ കൺട്രാറി ടു ബിലീവ് മെയ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദിസ് ഇയറ. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും മെയ്സ് അവതരിപ്പിക്കപ്പെട്ടത്, ഈ മുഗൾ കാലഘട്ടത്തിലായിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം അതിന് മുമ്പൊന്നും ഇറ്റ് വാസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഏർലിയർ പീരിയഡ് ഇൻ ഇന്ത്യ എന്നാണ്. സംടൈം മിസ്റ്റേക്ലി തോട്ട് ബേസ്ഡ് ഇൻസ്ക്രിപ്ഷൻ ഫ്രം Assam. It was believed in the base of Assam inscription അടിസ്ഥാനമാക്കി നമുക്ക് അപ്രകാരം വിശ്വസിക്കാം.